ഓം നമ ശിവായ. എല്ലാ ആത്മബന്ധുക്കൾക്കും വന്ദനം. നാളെ സൂര്യോദയം മുതൽ ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക ഊർജമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജ്യോതിശാസ്ത്രപരമായി അതിനെ ഒന്ന് പറയുമ്പോൾ നാളെ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളുടെ രൂപീകരണം, അതും വിശിഷ്ടമായ അതിപ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങളാണ് നാളത്തെ ദിവസം രൂപം കൊള്ളുന്നത്. ഒന്ന് അമൃതസിദ്ധി യോഗവും മറ്റൊന്ന് ശുഭയോഗവും. ഇങ്ങനെ ഈ രണ്ട് യുഗങ്ങളും കൂടി ഒത്തുചേരുന്നതായ അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് നാളെ ഡിസംബർ മാസം 19 വെള്ളിയാഴ്ച. നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. കാലം എന്നത് ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അത് പണക്കാരനാകട്ടെ അല്ലെങ്കിൽ പാവപ്പെട്ടവനാകട്ടെ, അങ്ങനെ ഒരു ഭേദവും ഇല്ലാതെ കാലം ആരുടെ മുമ്പിലായാലും ആർക്ക് വേണ്ടിയും ഒരിക്കലും കാത്തു നിൽക്കാത്ത ഒന്നാണ്. പക്ഷേ ഗ്രഹനിലകൾ നമ്മൾ മനുഷ്യർക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ നടത്തുന്നതായ ചെറിയ പരിശ്രമമാണെങ്കിൽ പോലും അത് വലിയ വിജയങ്ങളെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവർ വിഷ്ണുപ്രീതിക്കും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനുമായുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായ ഉത്തമ ദിവസം കൂടിയാണ് നാളെ. ഗ്രഹങ്ങൾ കേന്ദ്രസ്ഥാനങ്ങളിൽ ബലവാന്മാരായി നിൽക്കുന്നതിനാൽ ഗജകേസരി യോഗത്തിന് സമാനമായ ഫലങ്ങൾ പലർക്കും ലഭിക്കുന്ന ഒരു ദിവസവും സമയവും കൂടിയാണ് നാളത്തെ സമയം മുതൽ തുടങ്ങാൻ പോകുന്നത്. എടുത്തു പറയേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. കൂടാതെ വിദ്യാരംഭം കുറിക്കുന്നതിനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നാളെ പ്രപഞ്ചം അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അമൃതസിദ്ധി യോഗം, ശുഭയോഗം, ഇങ്ങനെ രണ്ട് യോഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് എന്ന് പറയാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ പുതിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. ദൂരയാത്രകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഗുണകരമായ ഫലം വന്നു ചേരും. അപ്രതീക്ഷിത ധനലാഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടി, ലോണ് സാങ്ഷനായി കിട്ടുന്നത്, കൂടാതെ ലോട്ടറി, അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില സമ്മാന പദ്ധതികളിലൊക്കെ ഭാഗ്യം കനിയുന്നത്. പണമായിട്ടാകാം, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ, അങ്ങനെ സമ്മാന പദ്ധതിയിലൂടെ വാഹനങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അപ്രതീക്ഷിത ഭാഗ്യം വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തേത്. ഇനി രണ്ടാമത് രോഹിണിയാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന ദിവസമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തേത്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ ഭാഗ്യമുണ്ടാകും. രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വാക്സാമർത്ഥ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. മകീരം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ പുരോഗതി വന്നു ചേരുന്ന ദിവസമായിരിക്കും നാളെ. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കും. ശത്രുവിന്മേൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെയേറെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മകീരം നക്ഷത്രത്തിന് നാളെ. ഇനി പൂരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കലാപരമായ കാര്യങ്ങളിലൊക്കെ ശോഭിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. പ്രശസ്തി വന്നുചേരും, അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അങ്ങനെ വളരെയധികം ഭാഗ്യവും സന്തോഷവും നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയം. നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആശുപത്രിവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിലൊക്കെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. കൂടാതെ ഭൂമി ക്രയവിക്രയം, വാങ്ങൽ, വിൽപ്പന, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നവർക്കും നാളത്തെ ദിവസം ലാഭമുണ്ടാകുന്നതാണ്. പൂരാടം നക്ഷത്രത്തിന് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ നാളത്തെ ദിവസം സാധിക്കും. പുതിയ ചില സൗഹൃദങ്ങളൊക്കെ വന്നു ചേരും. ആ സൗഹൃദങ്ങൾ വഴി വലിയൊരു സഹായം, അത് മാനസികമായി സന്തോഷം നൽകുന്നതും അതേപോലെ സാമ്പത്തികമായി സന്തോഷം നൽകുന്നതായ ചില സഹായങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം ചതയമാണ്. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അനുയോജ്യമായ ദിവസമാണ്. നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതിന് തുടക്കം കുറിക്കാൻ നാളത്തെ ദിവസം ഉത്തമമാണ്. ഇനി വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരും.
ഉത്രട്ടാതി നക്ഷത്രത്തിന് തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ചില പ്രശംസ, അംഗീകാരം, നേട്ടങ്ങൾ, അവരുടെ നല്ല കാര്യങ്ങൾ, അതായത് അവർ നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു പുകഴ്ത്തൽ ഒക്കെ അവരിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. ഈ രേവതി നക്ഷത്രത്തിന് നാളത്തെ ദിവസം മനഃശാന്തി ലഭിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ധനത്തേക്കാൾ ഉപരി നിൽക്കേണ്ടത് മനസ്സമാധാനം, സന്തോഷം എന്നിവയാണ്. അപ്പോൾ നാളെ ഒരു ശാന്തി, ഒരു സുഖം ഇതൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. പണ്ടെങ്ങോ ആർക്കോ കൊടുത്ത ധനം തിരികെ ലഭിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞത്, അല്ലെങ്കിൽ എഴുതി തള്ളിയതെന്ന് പറയാം, ആ ഒരു ധനം തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടി രേവതി നക്ഷത്രത്തിന് നാളത്തെ ദിവസം കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു ഉദാഹരണമല്ല, ഇതൊരു നടന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ കാണാനായിട്ട് വന്നിരുന്നു. ഞാൻ വീട്ടിലങ്ങനെ ജ്യോതിഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും നിർത്തി വെച്ചിരിക്കുകയാണ്. കൺസൾട്ടേഷനൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല. എങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഒരു മനസ്സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെക്കാട്ടി പ്രായത്തിന് മൂത്ത ആളാണെങ്കിൽ പോലും എൻ്റെ ഒരു സഹോദരൻ, ഒരു ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് വീട് പണി അങ്ങോട്ട് നടക്കുന്നില്ല, തടസ്സപ്പെട്ടിരിക്കുക. കയ്യിൽ ധനമുണ്ടായിട്ടും വീട് പണി ശരിയാകുന്നില്ല. ധനമുണ്ട്, അതിൻ്റെ പോരായ്മയൊന്നുമില്ല, പക്ഷേ വീട് പണി അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തിയോട്, ആ സഹോദരനോട് ഞാനൊരു ശുഭദിനത്തിൽ ചെറിയൊരു വഴിപാട് നടത്തി തുടങ്ങിക്കോളൂ പണി എന്ന് പറഞ്ഞു. എല്ലാം വേഗത്തിൽ തന്നെ നടക്കും, ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പറഞ്ഞു. ആ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. അപ്പോൾ ഞാനതിന് പോയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വിശ്വാസമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ക്ഷേത്രമണി മുഴങ്ങി, അപ്പോൾ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗ്രഹങ്ങൾ നമുക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയാണ്. വിശ്വാസത്തോടു കൂടി വേണം സഞ്ചരിക്കുവാനായിട്ട്. അപ്പോൾ അലസതയൊക്കെ വെടിഞ്ഞ് നാളത്തെ ദിവസം ഈ പറയുന്ന നക്ഷത്രക്കാർ കർമ്മരംഗത്ത് വീണ്ടും ഊർജിതമായി ഇറങ്ങുക. പൂര നക്ഷത്രക്കാരെ ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ. കാരണം അവരുടെ കാര്യം പ്രത്യേകമായി ഒന്ന് പറയുമ്പോൾ അല്പം ഒരു ശ്രദ്ധ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് വേണം. എങ്കിലും കുഴപ്പമൊന്നുമില്ല. കഴിവ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ചില അവസരം നാളത്തെ ദിവസം വന്നു ചേരും. അപ്പോൾ ആ ഒരു കഴിവുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ പൂര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒളിപ്പിച്ച് വെക്കുകയല്ല. പല കഴിവുകളുണ്ട് നിങ്ങളിൽ, അതൊക്കെ പുറത്തേക്ക് പ്രപഞ്ചം തന്നെ കൊണ്ടുവരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കാൻ നാളെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം. അടുത്തുള്ള ഒരു ക്ഷേത്ര ദർശനമാണ് പറയുന്നത്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നാളെ രാവിലെ നടത്താൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ അതീവ ശുഭകരമാണ്. അപ്പോൾ ഏവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഈ ഉദാഹരണം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തിനെന്നാൽ വിശ്വാസമാണ് എല്ലാത്തിലും വലുത് എന്നതൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവിധ പ്രയാസങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.